ഐഷയ്ക്ക് എന്നാ പറ്റിയേട്ടാ? അയ്യോ എനിക്കറിയാമില്ലേ പാവം. അവരാണ് മറ്റേ എന്നാണ് അവര് പേരാണ് ഈ ഐഷ മരിക്കുന്നത് ആധാരത്തിന്റെ തലേദിവസം എന്നാ പറയുന്നേ. ആര് പറഞ്ഞു? റോസം പറഞ്ഞു. അല്ലല്ല, നാട്ടിൽ നിന്ന് കിട്ടിയേക്കുന്ന. നാളെ ആധാരം ചെയ്യുവാണ്, ഇന്നാ മരിച്ചേ. ഫണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടെ. ആ സ്ഥലത്ത് റോസമ്മയല്ല മേടിച്ചത് ഐഷയാണ്. അതെയാ? അത് പറഞ്ഞിട്ടില്ല. ആ പിന്നെ അവർക്ക് കാശ് കൊടുക്കാണെന്നും പറഞ്ഞാൽ അത് അവര് പറഞ്ഞില്ലേ എഴുതി മേടിച്ചെന്ന്? ഇല്ലില്ല, പറഞ്ഞില്ല. ഇതേ പെൺപോലീസുകാർ വിളിച്ച് കാല എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും, പറയാതിരിക്കാൻ പറ്റില്ല. അതല്ലേ? അത് പോലീസുകാരൊന്നും കൊണ്ട് കൊള്ളിയല്ലോ. പോലീസുകാരൊന്നും പറഞ്ഞിട്ട് കാര്യം 70 വയസ്സുള്ളവരെ എന്നാ കാണിക്കണേ? ഒരു ഇതുവരായിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞു. പിന്നെ ഒറ്റ ചോദ്യം അല്ല, അവന് അകത്തേക്കെന്ന് പറഞ്ഞാൽ അവന് ഒന്നും ചെയ്തായിട്ട് ഇപ്പഴും പറയണില്ലല്ലോ. മരിച്ചവന്റെ പറഞ്ഞു പഠിച്ച പോലെ മനസ്സിലായി. അങ്ങനെ ചേട്ടാ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഒരു സംഭവത്തിന് നല്ല ട്രെയിനിങ് ഇവർക്ക് ഈ പോലീസിന്റെ നമ്മളിവിടെ അയൽത്തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെ വിളിച്ചാലേ പാർട്ടിക്കാരെ വിളിക്കും. ഇതല്ല നേരെ കോടതിട്ട് ഓടിയേക്കുക. പിന്നെ നേരെ കോടതിട്ട് ഓടിയേക്കില്ല. അത് ഇവിടെ ഇരുന്ന് നമുക്ക് ഇനി വേഗം എടുത്ത് ഓടിക്കാന്ന് അടുത്തല്ലേ. രണ്ട് പോലീസുകാർ വന്നിട്ടേ എന്താ കാര്യം ഇവിടെ സംഭവം നടന്നുകൊണ്ട നമ്മൾ എനിക്കറിയാമേ. അതിനെന്താ അന്നേരം കുപ്പ ഇട്ടിട്ട് ചൂടുവെള്ളം കോരി ഒഴിച്ച് അങ്ങോട്ട് ഒഴി ഇങ്ങോട്ട് തൊഴിയുമ്പോൾ കാണിച്ച് വെട്ടാൻ അനുവായിട്ട് തന്നെ ഇരിക്കുക. കോഴിക്കാഷ്ടം ഒഴിച്ചാണ് ചേട്ടാ? ബീനയുടെ മേത്ത് സംഭവം ശരിയല്ലേ? കോഴിക്കാഷ്ടം കോരി ഒഴിച്ചാ പോലീസുകാര് തിരിച്ച് വഴക്കിട്ടു. ഇവിടെ റോസമ്മ വഴക്കിട്ടു തിരിച്ച്. റോസമ്മയുടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബീനാനെ റോസമ്മയുടെ സപ്പോർട്ട്. ഇപ്പൊ പരാതി കൊടുത്തത് ഞാൻ, പരാതിക്കാരി പ്രതിയായി. ആരാ പരാതി കൊടുത്തേ? പരാതി കൊടുത്ത ബീനക്കെതിരെ പോലീസ് അന്ന് അതിനൊക്കെ റിട്ടയർഡ് ആയതാണ്. ബീനക്കെതിരായിട്ട് പോലീസ് വന്നിട്ട് പരാതി എടുത്തു. ബീന കരഞ്ഞിട്ട് സാറേ ഇത് കണ്ട എന്റെ നേരത്തെ ചോദിച്ചെന്ന് പറയുമ്പോൾ ഇവിടെ ആരും ചത്തിട്ടില്ലെന്നും പറഞ്ഞ പോലീസുകാർ, അന്നത്തെ പോലീസുകാർ. അതെയോ? അവരൊക്കെ റിട്ടയർഡ് ആയല്ലേ? പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പം? ഉണ്ടാവും. അതെയോ? ASI-മാരൊക്കെ ആയിരുന്നു. അതല്ലേ? വെറുതെ അല്ല, ഇങ്ങനെയുള്ളവരുടെ കുടുംബത്തില് പൊട്ടുപിടിച്ചതും ഭ്രാന്ത് പിടിച്ചതും അതുപോലെ അംഗവൈകല്യം വന്നതൊക്കെ ഉണ്ടാകുന്നത്. എന്റെ പൊന്ന് കൂട്ടുകാരാ, ഇതൊന്നും ഞാൻ നേരത്തെ പറയില്ലേ, 3 ദിവസം കഴിയുമ്പോൾ മണം വരും. അന്നേരം ഇത് അവനാണ് നേരെ പടിഞ്ഞാപ്പുറത്ത് താമസിക്കുന്നത്. ഞാനൊക്കെ അറിഞ്ഞു വന്നു. അന്നേരം ആർക്കെങ്കിലും പള്ളിക്കാർക്ക് മേലാകളിട്ട് ആംബുലൻസ് കയറ്റിക്കൊണ്ടുപോകാണ് ഇവരെ. ഒരു മനുഷ്യനുണ്ടായില്ല. അത് കഴിഞ്ഞപ്പോ ആ കിഴക്കോർത്തവർക്ക് വഴി കൊടുത്ത അവര് കുറെ ആഹാരം കൊടുക്കുന്ന റെഡിയാക്കുന്നു. അവർക്ക് വഴി കൊടുത്താന്നും പറഞ്ഞാൽ അവരെ പറ്റും. അവർക്കും വഴി കൊടുക്കും. ഈ മണത്തിന്റെ സംഭവം എന്നാ ചേട്ടാ? എന്റെ പൊന്നു കൂട്ടുകാരെ, മരിച്ച് ചത്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചെയ്യല്ലേ? നിങ്ങൾ പോലീസുകാരാ എന്താണ് ഇത്? ഞാൻ മലയാളത്തിനെ പറഞ്ഞു 3 ദിവസം കഴിയുമ്പോൾ മണം വരുമെന്ന് പറഞ്ഞാൽ ചത്ത് നമ്മളെ മനുഷ്യ ശരീരം 24 മണിക്കൂർ കഴിയുമ്പോൾ ചെയ്യല്ലേ? ചെയ്യുമ്പോൾ മണം വരികയല്ലേ? ആ കാര്യമാണ് ചെയ്യും. അതൊക്കെ തെളിഞ്ഞിരിക്കാൻ കുഴപ്പമാണ്. ആ കാര്യമാണ് ഞാൻ പറയാം, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമല്ല. മണം വന്നായിരുന്നോ? പിന്നെ ചോദിക്കും. ഇത് പണി പോയെന്ന് എനിക്ക് തോന്നാട്ടല്ല. പണി പോയി നാളെ പോലെ ജയിച്ചല്ല എനിക്ക് തോന്നുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ചേട്ടനൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ഒരിക്കലും പണി വാടിയല്ലടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ചേട്ടാ. ഇവിടെ അടുത്താണ് താമസിക്കുന്നേ? അതെല്ലേ? ചേട്ടാ പേരെങ്ങനെയാ? പേര് സുരേഷ്. സുരേഷ് ചേട്ടനെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ അറിഞ്ഞ എന്താ, നാട്ടിൽ വന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പം സുരേഷ് ചേട്ടനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാനിടയായി. സുരേഷ് ചേട്ടൻ ഒരു കോഴി ഫാം, റോസമ്മയ്ക്ക് കോഴി ഫാം പണിത് കൊടുത്തിട്ടുണ്ടെന്ന്. ചേട്ടൻ ആ പണിക്ക് കൂടിയിട്ടുണ്ടോ? രാത്രി അത് ഒളിച്ചിങ്ങളി അതുകൊണ്ട് ഇടപാടും തീർന്നു. എത്ര നാൾ പണിത് ചേട്ടാ? ഒരു ദിവസം അല്ലേ?
കോഴിഫാം പണിയാനായിട്ട് ഒരു ദിവസം കൂടിയോളോ? ആ ഫൗണ്ടേഷൻ കെട്ടി രാത്രി കുളിച്ച് കളഞ്ഞ് അതുകൊണ്ട് ഇടപാടില്ല. എന്താ ഏട്ടാ പെട്ടെന്ന് പൊളിച്ച് ചേട്ടനാണ് കളഞ്ഞേ? അത് വഴിപ്രശ്നം. അതെ അല്ലേ? പിന്നെ മാറ്റി അതെ അല്ലേ? ആരാ പണിക്കായിട്ട് വിളിച്ചാരാ? അത് റോസമ്മ തന്നെ വിളിച്ചു. റോസമ്മയാണ് വിളിച്ചത്. ഈ റോസമ്മയുടെ പുറകിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ കോഴി ഷെഡ് പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ തുടങ്ങി കഴിഞ്ഞാൽ വമ്പിച്ച് ലാഭം കിട്ടുന്നൊക്കെ ഇങ്ങനെ പ്രചോദനം കൊടുത്ത് ഈ റോസമ്മേനെ അങ്ങനത്തെ ഒരു അഗ്രികൾച്ചർ ടീമാണ് അവർ. അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് അറിയാൻ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതാണോ? അതല്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് നേരത്തുള്ള അറിവായിരിക്കും. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് അവർക്ക് അതിനുള്ള അറിവുണ്ട്. അതിനൊക്കെ 45 ദിവസം കഴിയുമ്പോൾ കോഴിനെ മറിക്കാനും ഉള്ള ഒരു അവർക്കറിയാം. മനസ്സിലായി? ഈ കോഴി ഷെഡ് പണിത് കോഴീനെ വളർത്തി അവർ വിറ്റ് ലാഭമൊക്കെ മേടിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും പറഞ്ഞു ഉണ്ടല്ലേ? സംഭവമുണ്ട്. അപ്പോൾ അവർ പൈസ മേടിച്ചായിരുന്നു. അത് സംഭവം വിൽക്കുകയും ചെയ്തു. ഇതിവിടെ ബോർഡ് അടിച്ചിട്ടുണ്ട്. സാറ് കിടക്കട നോക്കി. ഞങ്ങൾ അന്വേഷിച്ചപ്പം കേട്ടതെന്ന് വെച്ചാൽ വളരെ ഓഫറിനാണ് 3 കോഴി 100 രൂപയ്ക്കൊക്കെ കൊടുത്തതാണ് വളർച്ച പൂർത്തിയായത്. ഇപ്പം വിൽക്കാനൊന്നും പറയാൻ പറ്റില്ല. പണിവാഴപ്പോ ഒന്ന് തുറന്ന് സംസാരിക്കാവോ? മനസ്സിലാവോ? അങ്ങനെയല്ല, നമ്മള് നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യം. നമുക്ക് ഒരു ദിവസം ജീവിച്ചാലുണ്ടല്ലോ, നമുക്ക് ആർജവത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ആരെയും ഭയക്കണ്ടോ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാർ നാട് തന്നെ ദൂഷിയാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ മാക്സിമം ആ പെൺപിള്ളം ഞെക്ക്. ആ പെൺപിള്ളം തിരിച്ചും മറിച്ചും ഞെക്കി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു നൂല് അവരുടെ കയ്യിൽ നിന്ന് വരും. വന്നില്ല കുടിച്ചു കിടന്ന് 4 ഇടിയാണ്ട് വെച്ചോളൂ. അപ്പൊ വരും സാധനം. അതല്ലേ? താൻ പടോ പട്ടി എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മയിൽ പ്രായമുണ്ട്, എനിക്ക് വല്ലാൻ പ്രായം. അല്ലെങ്കിൽ എൻ്റെ കള്ളിക്കലോട്ടല്ലേ എൻ്റെ ഞാൻ വേറെ പറയുള്ളൂ. എൻ്റെ വാക്കിൽ ഞാൻ വേറെ പറയുള്ളൂ. പിന്നെ ഇതുവരെ ആ വിറ്റത് ഞാൻ കയറിയിട്ടില്ല. പിന്നെ വെറുപ്പാണ്. ജീവനാണ് ഞാനത് പടിഞ്ഞാപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇയാളാണ് ഞാനോട് വെച്ച് കട വെച്ച് പറഞ്ഞതേ. മണം വരും അന്നേരം ആട്ടുകാരിയില്ല. അതുപോലെ ആൾക്കാരും അർഹിക്കാത്ത മുതലാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവര് അർഹിക്കാതെ മുതലല്ലേ ഈ കാണിക്കുന്നത്. രണ്ടാമത് കല്യാണം എന്ന് പറഞ്ഞ് ഇത്രയും മുതൽ കൊണ്ട് കുത്തിക്കയറേണ്ട കാര്യമുണ്ട്. അത് വെച്ചിട്ടാണ് ഈ സംഭവം. പറയാൻ പറ്റില്ല. ചേട്ടാ, ഈ റോസമ്മേനെയും സബാഷിനെയും തമ്മിൽ കണ്ടിട്ടുണ്ടോ? എൻ്റെ പരിപാടി നിർത്തി ഒന്ന് ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഞാനോട് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു. അത് റെക്കോർഡിംഗ് ഒന്നും അല്ലായിരുന്നു. ഇത് റെക്കോർഡിംഗ് കാര്യം പഠിച്ചിട്ടാ ചോദിക്കുന്നത്. അത്യാവശ്യം ഈ റോസമ്മേനെയും സബാഷിനെയും തമ്മിൽ കണ്ടിട്ടുണ്ടോ? എനിക്കാണ് പിടിച്ചത് അങ്ങിയുടെ ഓർമ്മ ഉണ്ടായില്ല. അതുപോലെ ഇതിനെ സംബന്ധിച്ച് ചേട്ടൻ ചോദ്യമോ പറഞ്ഞൊന്നും വരിക, ഞാൻ ഉറപ്പ് പറയുന്നു. ഇത് എൻ്റെ ഫാദറിൻ്റെ പ്രായമുണ്ട്, ഞാൻ പറയാം. ഇതിനെ സംബന്ധിച്ച് ചേട്ടൻ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരുന്നു തരാം. ഇതിനെ സംബന്ധിച്ച് യാതൊരു ഈ നാടിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ ശബ്ദിക്കുന്നത്. എൻ്റെ പൊന്ന് സാറേ, അവിടെ ഈ പുള്ളി വന്നത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കണ്ടതുമാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുകയും ചെയ്തു. അതില് ഇത് അതും ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇപ്പൊ റെക്കോർഡ് ചെയ്ത് ഇപ്പൊ റെക്കോർഡ് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോൾ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നേരം ഞാൻ ഇതിന് സത്യാവസ്ഥ ചോദിക്കാനായിട്ട് ചേട്ടാ, ഈ സബാഷിനെ ചേട്ടൻ കാണുമ്പോൾ സബാഷിനെ എവിടെ വെച്ചായിരുന്നു എന്ന് പറയാമോ? സബാഷിനെ എവിടെ വെച്ചാ കണ്ടേ? റോസമ്മയുടെ ഏത് ഭാഗം? മുറ്റത്ത് വെച്ചാണോ, പുറവശത്ത് വെച്ചാണോ, അല്ലെങ്കിൽ കോഴി ഫാം വെച്ചാണോ, അല്ലെങ്കിൽ പുതിയ സ്ഥലം മേടിച്ചെടുത്താണോ? പൊന്നു സാറേ, അവിടെ ഇഷ്ടപ്പെട്ടില് അകത്തോട്ട് കയറി അകത്ത് ഹാളിൽ നിന്ന് വർത്താനം പറയണതാണ് ഞാൻ കണ്ടത്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കരുത്, എന്നാണ് ഡേറ്റ് എന്നാണ്. ചേട്ടൻ കണ്ടതാണല്ലോ. ചേട്ടൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടാണ് പരിക്കാത്തിരുന്ന് സംസാരിക്കുന്നത്. അന്ന് ഈ ഉണലിയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇതുമൊക്കെ ഈ കയ്യെ കിടക്കുന്ന സാധനം ഇതൊക്കെ ഉണ്ടായിരുന്നു. കയ്യെ കിടന്ന ചെയിനും അതല്ലേ? ഈ ചെയിനൊക്കെ കണ്ടിട്ട് റോസമ്മ മതി മറന്നുപോയോ? മറന്നുപോയെന്ന് പറയാം. ഓസമ്മക്ക് നെല്ലിക്ക് രക്ഷപ്പെട്ടാണ്. കഴിഞ്ഞ ജോർജനിക്ക് ചോദിച്ചിട്ടുണ്ട്. ജില്ലിക്കല്ല രക്ഷപ്പെട്ടത്, നമ്മൾ ജില്ലിക്ക രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഓർമ്മനെ പൊടി പണിയിരുന്നു. എത്ര നാൾ മുമ്പാന്ന് പറയും? ഏകദേശം ഒരു കാലഘട്ടം പറയാമോ? ഇല്ല ഇതിനെ കുറിച്ചൊന്നും പറയാനായിട്ട് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കുന്ന കാര്യം. എന്നാലും ഒരു 5 വർഷം 10 വർഷം അങ്ങനെ
അത് പറയാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഫൗണ്ടേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ മിറ്റത്തിൻ്റെ ഇതിൽ കയറി. ഇനി റോസമ്മയുടെ ചെറുപ്പത്തിലാണ് വന്നിരുന്നതെന്ന് പറയാൻ പറ്റുമോ? ചെറുപ്പമൊന്നുമല്ല. എത്ര നാൾ മുമ്പ് ഏട്ടാ കണ്ടേ? അതായത് ഒരു കാലഘട്ടം പറഞ്ഞാൽ മതി, ഏകദേശം ഒരു കാലഘട്ടം പറഞ്ഞാൽ മതി. എത്ര നാൾ മുമ്പായി റോസമ്മേനെ സെബാസ്റ്റിൻ്റെ വീട്ടിൽ? ആള് ജോക്കർ പിടിച്ചിട്ട് എത്ര വർഷം? ഈ സെബാസ്റ്റിൻ്റെ ഈ റോസമ്മയുടെ വീട്ടിൽ സെബാസ്റ്റിനെ എന്നാ കണ്ടേ? ഒന്ന് പറയട്ടാ, ഒന്ന് പറയട്ടാ. എത്ര നാൾ മുമ്പ് ഏകദേശം? എൻ്റെ പൊന്നു തരാം, ഞാൻ ആ പ്രോത്സാഹനം പറഞ്ഞത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റുക. എനിക്ക് ഞാൻ ജസ്റ്റ് കണ്ടതാണ് ഈ പുള്ളി അവിടെ വന്ന് നിൽക്കുന്നത്. ഇനി എനിക്ക് ചോദിക്കരുത്, ഞങ്ങളുടെ കാര്യം പറയാം. അവിടെ വന്ന് ഇരിക്കുന്നത് അകത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അല്ലാണ്ട് അവർ വേറെ എന്തൊക്കെ ചെയ്യണം എന്താണ് പ്രശ്നം അവരുടെ ഇതൊന്നും എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചു കഴിയുമ്പോൾ വളച്ച് തിരിച്ച് അങ്ങനെ ഒരു കൊണ്ടുവരരുത്. ഈ കുര്യാക്കോസ് മരിച്ചതിന് ശേഷമാണ് കണ്ടേ? പിന്നെ കുര്യാക്കോസ് സാറ് മരിച്ചു കഴിഞ്ഞാലല്ലേ ഈ പരിപാടിയൊക്കെ. അത് മതി. കുര്യാക്കോസ് സാറ് മരിക്കാതെ എന്ന് പറഞ്ഞ ഈ പരിപാടി നടക്കുന്നില്ല. അതിൻ്റെ അന്ന് കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നമുക്ക് സ്പഷ്ടമാണ്. കുര്യാക്കോസ് മരിച്ചതിന് ശേഷമാണ് ഈ സെബാസ്റ്റിൻ്റെ സാന്നിധ്യം ഉണ്ടായത്. പിന്നെ നമുക്ക് നാട്ടുകാർക്ക് എല്ലാ ആൾക്കാരും തോന്നിയിട്ടില്ല ഈ റോസമ്മ നല്ല രീതിയിൽ നല്ല റൂട്ടിലല്ല ഈ സ്ത്രീ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടില്ല ഏട്ടാ? പക്ഷെ അതിനെ കുറിച്ചിപ്പോൾ പറയാൻ ഈ അയലോക്ക് ബന്ധമില്ലെങ്കിൽ ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? കാരണം ഇങ്ങനെ പറയാം സാറെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കേ ചോദിക്കണം എന്തിനു വേണ്ടിയിട്ട് സാറിൻ്റേതാകുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ പറ്റിയിടന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പോവുകയാണ്. സാറിൻ്റെ വല്ല പണി നടക്കുക, ഒരു പണി നടക്കുക. അയലോക്കത്തുള്ള ബന്ധം വേണം. ആ ബന്ധം അവിടെ ഇല്ല. ആ പെണ്ണുങ്ങളൊക്കെ മനസ്സിലായോ? ആ ബന്ധം എന്ന് പറഞ്ഞാൽ മണം വന്നാലേ അയലോക്കത്ത് ചെല്ലുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കും, അയലോക്കത്തുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ചെന്ന് വെച്ചിട്ട് പച്ചവെള്ളം കുടിക്കാനായിട്ട് പേടിക്കുമോ? പിന്നെ അതുണ്ടാവും. വൃത്തിമേനയുടെ എല്ലാ കാര്യം വൃത്തിയുടെ അവിടെ മാറി നിൽക്കട്ടെ. റോസമ്മയ്ക്ക് വൃത്തിയില്ലാത്ത കാരണം പച്ചവെള്ളം കുടിക്കാനെന്നുള്ള കാര്യം മാറി നിൽക്കട്ടെ. പേടിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് എനക്കടാവും. പിന്നെ എനക്കടാവും. കാരണേ കഴിഞ്ഞ ദിവസം റോസമ്മയുടെ അടുത്ത് നമ്മൾ പോയി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ റോസമ്മ പല പ്രാവശ്യം ചോദിച്ചു, ചായ വേണോ, കാപ്പി വേണോ, കൂൾ ഡ്രിങ്ക്സ് വേണോ, ഫ്രിഡ്ജിൻ്റെ അടുത്ത് തണുത്തുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് മേടിച്ച് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് മനസ്സനുവദിച്ചില്ല. അതാണ് ചോദിച്ചത്. അപ്പം വീട്ടിൽ ചെല്ലുന്നവർക്കെല്ലാം ഈ ചികിത്സ വല്ലതും ഉണ്ടായിരുന്നു? ഈ കൊടിഞ്ഞി, തലവേദന, അതല്ലേ അങ്ങനെയൊക്കെ ചികിത്സകൾ നടത്തി ആൾക്കാരെ? അല്ല സംഭവം അറിയാം, അങ്ങനെയുണ്ട്. ചികിത്സ അറിയാം. അവർ പഴയ അവരുടെ കുടുംബക്കാർ ചെയ്ത് സംഭവം നടുവേദന സംഭവം മരുന്നൊക്കെ അവർക്കറിയാം. തിരുമ്പൊഴിച്ചിലൊക്കെ അറിയാവോ? തിരുമ്പറിയാൻ എനിക്കറിയാൻ പാടില്ല. തിരുമ്പറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ളേ ഇനി സെബാസ്റ്റ്യൻ വല്ല തീരുമാനമായിട്ടാണോ വന്നാ ചോദിക്കുന്നത്? അല്ല അതെ സാറോടെ പോലെ ഉള്ളിലോ എന്നടിച്ചു വെച്ചാൽ ഞാൻ പറയാം മയിൽ ആ വീട്ടിലേക്കും മയിൽ ഒറ്റടി കയറുന്നൊരു മകനുണ്ട്. പറയേണ്ട കാര്യം ചേട്ടാ ഈ ചികിത്സ ഉണ്ടായിരുന്നല്ലേ, നാട്ടു ചികിത്സ ഉണ്ടായിരുന്നു? അത് പറഞ്ഞു കൊടുക്കല്ലേ, പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ സംഭവം ഇന്നതൊക്കെ മേടിച്ചിട്ട് പോവാ. എന്റെ പൊന്ന് സാറേ പരിപാടി നിർത്ത് റെഡിയാക്കി കൊടുക്കും. അതവർക്കറിയാം. അവരുടെ അച്ഛനപ്പന്മാർക്ക് ഉള്ള ഈ പരിപാടിയൊക്കെ അവർക്കറിയാം. ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടായിരുന്നു. വെറിയണ്ണി നമ്മളെ പൊന്നണി ഒരു സംഭവം റെഡിയാക്കി കൊടുക്കും. എന്റെ പൊന്ന് സാറേ നിർത്ത്, ഇത് വേറെ കാര്യമാണ്. ഇവർക്ക് വീട്ടിലിരിക്കുന്ന കുഴപ്പമാണ്. ആറ് പിന്നെ ഈ ബിന്ദു ചികിത്സയ്ക്കായിട്ട് പോലും വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ ബിന്ദുവിനെ കണ്ടിട്ട് എനിക്കറിയാം. ഈ ബിന്ദു ചികിത്സയ്ക്കായിട്ട് വല്ലതും റോസമ്മ എടുത്ത് വന്നിട്ടുണ്ടോ? ഇത് ഇപ്പൊ പോലീസ് പറഞ്ഞാലും പിന്നെ ചോദിക്കണത് പോരട്ടെ അമ്മക്ക് നമ്മളങ്ങാണ്ട് പോണില്ലേ. പ്രിയരെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്താണ് ചേട്ടന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. കാരണം റോസമ്മയ്ക്ക് ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നാട് ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരങ്ങളിൽ നിന്ന് വരെ റോസമ്മ കുടിഞ്ഞിൽ, തലവേദന, അകാലനര, അതുപോലെ തന്നെ പാണ്ട്, ചൊറി, ചെരങ്ങ് ഇതിനെല്ലാം ചികിത്സ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ റോസമ്മ എടുത്ത് ചികിത്സിക്കാനായിട്ട് വരാറുണ്ടായിരുന്നു പല ആൾക്കാരും എന്നാണ് ഈ ചേട്ടന് പറയുന്നത്. ചേട്ടാ അതിനകത്ത് തർക്കമില്ലല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.